ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിലെ ഫോണായ X200 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ്. ഇങ്ങനൊരു ബോക്സിലാണ് X200 Pro വരുന്നത്. ഇവിടെ X200 Pro എന്നുള്ള രീതിയിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഫോൺ കാണുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് ആ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫോൺ ജസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബോക്സിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കാം. നമുക്കിവിടെ രണ്ട് ബോക്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ്. അടുത്ത ആസ് യൂഷ്വൽ നമുക്കൊരു ബുക്ക്ലെറ്റ്സും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്ത വേറൊരു ബോക്സും കൂടെ ഉണ്ട്. ആ ഒരു ബോക്സിൽ ടൈപ്പ് എ ടു ടൈപ്പ് സി USB കേബിൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതർ സൈഡിൽ 90 വാട്ടിൻ്റെ വിവോയുടെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ പൊതുവെ കാണാത്തൊരു സംഭവമാണ് ചാർജർ. എന്നാലും വിവോ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ബോക്സ് അവിടെ മാറ്റി വെച്ചിട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. വാവ്, നല്ലൊരു കിടിലം ഡിസൈൻ അല്ലേ. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് സൈസിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൂടെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സൈസ് ഒപ്റ്റിക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വിവോ ഇതിലെ ക്യാമറ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറഞ്ഞാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൺ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റത്തോടു കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു ഫോണിലുള്ളത്. നമുക്കിപ്പോൾ ടോപ്പിലൊരു സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണുന്നുണ്ട്. താഴത്തായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട് കാണുന്നുണ്ട്. ഈ സൈഡിലായിട്ട് വോളിയം റോക്കർ ബട്ടണും പിന്നെ പവർ ബട്ടണുമാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വിവോയുടെ ഒരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു ഫോൺ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ ഞാൻ കണ്ണുകൂട്ടി പറയും ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ഇതിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കിടിലം ഫോട്ടോസ്. ഞാൻ നോർമലി ഐഫോണാണ് യൂസ് ചെയ്യൽ. ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല കിടിലം ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സിസ്റ്റത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ ഫോണിലെടുത്ത ക്യാമറയിലെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, എന്നെ ഭയങ്കര ഇംപ്രസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം. ഈ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. 200 മെഗാ പിക്സലിൻ്റെ സൈസ് APO ടെലിഫോട്ടോ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ സൈസ് ട്രൂ കളർ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സെൽഫി ക്യാമറയായിട്ട് 32 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സൈസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സൈസിന്റെ കുറച്ച് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമുക്ക് മൾട്ടി ഫോക്കൽ സൈസ് സിസ്റ്റവും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ടെലിഫോട്ടോ സൂപ്പർ സ്റ്റേജ്, സൈസ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ്. മൾട്ടി ഫോക്കലിൽ നമുക്ക് 23mm, 35mm, 50mm, 85mm, 135mm സപ്പോർട്ടഡ് ആണ്. 85mm HD പോർട്രേറ്റ്, സൂപ്പർ ലാൻഡ്സ്കേപ്പ് മോഡ്, 4K HDR സിനിമാറ്റിക് പോർട്രേറ്റ് വീഡിയോ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ് എന്നിവയൊക്കെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതായത് ഒരു ഫീച്ചർ പാക്ഡ് ക്യാമറ സിസ്റ്റം തന്നെയാണ് വിവോ ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ലൊരു ഇംപ്രൂവ്മെന്റ് തന്നെയാണ് വിവോ ഈ ഒരു ക്യാമറ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ക്യാമറ സിസ്റ്റത്തിൽ മാത്രമല്ല പെർഫോമൻസിലും വിവോ നല്ലൊരു ഇംപ്രൂവ്മെന്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 9400 ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 3 മില്യൺ പ്ലസ് AnTuTu സ്കോർ കിട്ടിയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 512 GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 16 GB റാമും നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 16 GB റാമിന്റെ കൂടെ 16 GB നമുക്ക് എക്സ്പാൻഡബിളും കൂടെ ചെയ്തിട്ട് 32 GB റാമായിട്ട് നമുക്ക് ഈ ഒരു ഫോണിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സീംലെസ് മൾട്ടി ടാസ്കിങ്ങും നല്ലൊരു പെർഫോമൻസും നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഓഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ 120 Hz സപ്പോർട്ടോട് കൂടിയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. SGS ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും അവൈലബിൾ ആണ്. എന്റെ കയ്യിലിരിക്കുന്നത് ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. IP68, IP69 സർട്ടിഫിക്കേഷനും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് വെറും 228 ഗ്രാം മാത്രമാണ്. സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 സപ്പോർട്ടോട് കൂടിയിട്ടുള്ള FunTouch OS 15 ആണ്. NFC സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 6000 mAh ഹ്യൂജ് ബാറ്ററിയോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. 90 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്.
ബോക്സിൽ തന്നെ വിവോ 90 വാട്ടിന്റെ ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഗെയിമൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നല്ലൊരു കിടിലം എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സയസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേയുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എക്സെപ്ഷണൽ വിഷ്വൽസും അതിന്റെ കൂടെ ട്രൂ ടു ലൈഫ് കളർ ഫിഡിലിറ്റിയും നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അഡ്വാൻസ്ഡ് വിവോ V3 പ്ലസ് ഇമേജിംഗ് ചിപ്പും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഈ ഒരു ഫോൺ എന്തുകൊണ്ട് എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാണെങ്കിൽ ഇതിന്റെ ഒരു ക്യാമറയുടെ പെർഫോമൻസ് ഒരു കിടിലം ഔട്ട്പുട്ട് തന്നെ. ഞാനിപ്പോൾ iPhone 16 Pro 16 Pro Maxൽ അല്ലെങ്കിൽ അതർ ഐഫോൺസിൽ അല്ലെങ്കിൽ സാംസങ്ങിലൊക്കെ ഫോട്ടോസ് എടുക്കാറുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോസ് എന്നെ ശരിക്കും ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് നല്ലൊരു പെർഫോമൻസോട് കൂടിയിട്ടുള്ള നല്ലൊരു ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ള നല്ലൊരു കിടിലം ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഒരു ഫോണാണ്. അതായത് മെയിൻലി ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് വിവോയുടെ X200 Pro. ടൈറ്റാനിയം ഗ്രേ, കാർബൺ ബ്ലാക്ക്, കൊബാൾട്ട് ബ്ലൂ എന്നീ 3 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ടൈറ്റാനിയം ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. 4K 60 FPS HDR ഡോൾബി വിഷൻ ഷൂട്ടിംഗ് ഈ ഒരു ക്യാമറയിൽ പോസിബിൾ ആണ്. ഒരു സിനിമാറ്റിക് പ്രസിഷനോട് കൂടി എവറി മൊമെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്രിയേറ്റീവ് പ്രൊഫഷണൽസിന് ലോഗ് 2.0ലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. AI ഫോട്ടോ എൻഹാൻസ്, AI എറേസ് പോലുള്ള AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. വീഡിയോ റെക്കോർഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോൾബി വിഷനിൽ ഈ ഒരു ഫോണിൽ നിന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല നമുക്കിപ്പോൾ റെസൊല്യൂഷൻ ആൻഡ് ഫ്രെയിം റേറ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 1080 60 FPS വരെയും 4K 120 FPS വരെയും 8K 30 FPS വരെയും നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പോർട്രേറ്റ് വീഡിയോയിലും നമുക്ക് 4K 24 FPS അല്ലെങ്കിൽ 30 FPSൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലും 4K 60 FPS വരെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പം ഫാസ്റ്റ് മൂവിംഗ് സബ്ജക്ട് അല്ലെങ്കിൽ ഒരു കാറൊക്കെ റണ്ണിങ്ങിന്റെ ടൈമിൽ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ലൊരു കിടിലം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് ആ ഒരു കാറിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു കാർ നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവോ ആ ഒരു രീതിയിൽ റണ്ണിങ് കാറിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്തു. പിന്നെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡുണ്ട്. നമുക്കിപ്പോൾ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇട്ടതാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലാൻഡ്സ്കേപ്പിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സൈസ് പെർസ്പെക്റ്റീവ് കറക്ഷൻ എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആംഗിളൊക്കെ ചെറുതായിട്ട് ചെരിച്ച് കാര്യങ്ങളൊക്കെ ആക്കിയാണെങ്കിലും അതിലൊരു കറക്റ്റ് ഒരു സ്ക്വയർ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സ്ക്വയറിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ഏതൊരു ലാൻഡ്സ്കേപ്പാണോ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ സഹായത്തോട് കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പോർട്രേറ്റ് ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഫോക്കൽ ലെങ്ത് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. 23 mm, 35 mm, 50 mm, 85 mm, 135 mm. 135 mm പോർട്രേറ്റ് എടുത്താണെങ്കിൽ നല്ല കിടിലം ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ടോപ്പിലായിട്ട് സയസിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നാച്ചുറൽ, ബയോട്ടാർ, ബി സ്പീഡ്, സോണാർ, പ്ലാനർ, ഡിസ്റ്റോഗന്, സിനി ഫ്ലെയർ, സിനിമാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സയസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നിന്ന് നമുക്കിപ്പം അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. 0.95 മുതൽ 16 വരെ അപ്പർച്ചർ സെറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിന്റെ സഹായത്തോടു കൂടി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ബ്യൂട്ടി മോഡ്, ക്ലാസിക്, വൈറ്റനിങ് അങ്ങനെയുള്ള കുറച്ച് ഫേഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്കൊരു സ്മൂത്ത് ടോണ് അല്ലെങ്കിൽ സ്കിൻ ടോൺ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീച്ചറും കൂടെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ഫിൽറ്റേഴ്സും കൂടെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫോൺ ഏതാണെന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുക X200 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്താണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ള കിടിലം ക്യാമറ സിസ്റ്റം, എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഫോൺ തന്നെയാണ് വിവോയുടെ X200 Pro. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയന്റ് ആണ്. 512 GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. 16 GB ആണ് റാം വരുന്നത്. UAE പ്രൈസ് വരുന്നത് 4499 ദിറംസ് ആണ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വേർത്താണോ എന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ കിടിലം ഫോട്ടോസ് ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. കാരണം എന്ന് വെച്ചാണെങ്കിൽ ഞാനൊരു 3-4 ഡേയ്സ് ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളവർക്ക് iPhone 16 Pro ഉണ്ടായിരുന്നു. എന്നാലും അവർക്ക് ഈ ഒരു ഫോണിൽ നിന്നുള്ള ഫോട്ടോസാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ഫോക്കസ് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഫോണാണെന്നുള്ള രീതിയിലാണെങ്കിൽ അടിപൊളി ഫോണാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്